ഫുഡ് സേഫ്റ്റി സ്റ്റുഡന്റ് ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഫുഡ് മൈക്രോബയോളജി എന്ന് പറയുന്നത്. നമുക്കറിയാം, ഫുഡിനെ നമ്മൾ പ്രിസർവ് ചെയ്യണം. ഫുഡ് നമ്മൾ പ്രിസർവ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മൈക്രോ ഓർഗാനിസംസിന് കൂടുതലായിട്ട് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മൈക്രോ ഓർഗാനിസംസിന്റെ ആക്ടിവേഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫുഡ് ഐറ്റംസിനെ പ്രിസർവ് ചെയ്യുന്നത്. അപ്പോൾ ഫുഡ് മൈക്രോബയോളജി എന്ന് പറയുന്നത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എന്തൊക്കെ ഫുഡ് മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്, എങ്ങനെയാണ് ഈ മൈക്രോ ഓർഗാനിസംസ് ഫുഡിലേക്ക് എൻ്റർ ചെയ്യുന്നത്, അതിനുള്ള പോസിബിലിറ്റീസ് എന്തൊക്കെയാണ്, അവരെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, ഡിഫറെൻറ്റ് സ്റ്റെയിനിങ് ടെക്നിക്സിലൂടെ ഡിഫറെൻറ്റ് അഗാർ മീഡിയംസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ ഫുഡ് മൈക്രോ ഓർഗാനിസംസിനെ കണ്ടുപിടിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഈ ഒരു ഫുഡ് സേഫ്റ്റി ലെവൽ 4 എന്ന് പറയുന്ന ടോപ്പിക്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഡിഫറെൻറ്റ് മൈക്രോ ഓർഗാനിസംസ് കോസ് ചെയ്യുന്ന ഡിസീസ് കണ്ടീഷൻസ് എന്തൊക്കെയാണ്, അവരുടെ സ്റ്റെയിനിങ് ടെക്നിക്സ് എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സെക്ഷനാണ് ഫുഡ് മൈക്രോബയോളജി എന്ന് പറയുന്നത്.